മൊസാദിനെ വിശ്വസിച്ച അമേരിക്കക്കും ഇസ്രയേലിനും പിഴച്ചതുകൊണ്ടാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ യുദ്ധക്കെടുതികളുടെ പ്രധാനപ്പെട്ട കാരണമായിട്ട് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിലയിരുത്തലുകളെല്ലാം ഉണ്ടാകുന്നത്. എല്ലാവരും മൊസാദിൻ്റെ യുദ്ധക്കൊതിയെയും എടുത്തുചാട്ടത്തെയും അമേരിക്കയിലെ തന്നെ യുദ്ധവിദഗ്ധന്മാരും അമേരിക്കയുടെ തന്നെ സൈനിക തലവന്മാരുൾപ്പെടെയുള്ള ആളുകൾ വിമർശിച്ചു കൊണ്ടിരിക്കുന്നു എന്ന വാർത്തകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. ഈ മൊസാദിൻ്റെ പ്ലാന് ആദ്യം തന്നെ ഇറാൻ്റെ പരമോന്നത നേതാവടക്കം ഭരണകൂടത്തിലെയും സൈനിക തലത്തിലെയും ഉന്നതരെ കൊലപ്പെടുത്തുക. ഇതിന് പിന്നാലെ ഇറാനിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഭരണകൂട വിരുദ്ധരെ കൊണ്ട് പ്രക്ഷോഭം ആളിക്കത്തിക്കുക, അതുവഴി ഒരു ഭരണമാറ്റം ഉണ്ടാക്കുക എന്നതായിരുന്നു മൊസാദിൻ്റെ തന്ത്രമായിട്ടുണ്ടായിരുന്നത്. മൊസാദിൻ്റെ ഈ ഒരു തന്ത്രം, ഈ ഒരു കുബുദ്ധി വളരെ തന്ത്രപരമായി ഇസ്രയേലിലെയും അമേരിക്കയുടെയും രാഷ്ട്രീയ നേതൃത്വത്തെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ അവർക്ക് സാധിച്ചു എന്നതാണ് ഇപ്പോഴുള്ള യുദ്ധത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ മൊസാദ് പ്ലാൻ ചെയ്തിരുന്ന ആ പ്ലാനുകൾ തുടക്കത്തിൽ തന്നെ പാളി. ഭരണവിരുദ്ധ പ്രക്ഷോഭം യുദ്ധവേളയിൽ ഇറാനിൽ ഒരിടത്തും പൊട്ടിപ്പുറപ്പെട്ടില്ലെന്ന് മാത്രമല്ല, യുദ്ധത്തിന് മുൻപ് വലിയ തരത്തിൽ ഭരണകൂട വിരുദ്ധ വികാരങ്ങളും പ്രക്ഷോഭങ്ങളും ഇറാനിൽ എങ്ങും അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. 31 പ്രവിശ്യകളിൽ 29ലും വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുകയും വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റി വിട്ട് തെരുവിലിറങ്ങുകയും സ്ത്രീകളടക്കം വലിയ പ്രക്ഷോഭത്തിലേക്ക് വരികയും ഒക്കെ യുദ്ധത്തിൻ്റെ അല്പ ദിവസങ്ങൾ മുൻപ് വരെ ഇറാനിൽ നടന്നു. എന്നാൽ യുദ്ധത്തിൽ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടതും പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടതും ഇറാൻ്റെ തന്നെ ജനകീയ മുഖങ്ങളായ ലോക നേതാക്കൾ കൊല്ലപ്പെട്ടതുമൊക്കെ ഇറാനികളിൽ ഏറെ വൈകാരികത കൊണ്ടുവന്നു എന്ന് മാത്രമല്ല, അതിനിടയിൽ സർക്കാരിനെതിരെ നീങ്ങുന്ന വിമത ശബ്ദങ്ങൾ ഇല്ലാതെയാക്കാൻ സർക്കാർ അനുകൂലികളുടെ ഈ വൈകാരികത ഏറെ ഉപകാരപ്പെട്ടു എന്നും പ്രക്ഷോഭകരെ അതുകൊണ്ട് തന്നെ ഇറാനെതിരായിട്ടുള്ള ഒരു നിലപാടിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിൽ ഇതൊരു പരിധിവരെ കാരണമായി എന്നുമൊക്കെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ സാഹചര്യം അമേരിക്കൻ ഇസ്രായേൽ ലോബിക്ക് ആദ്യ പ്രഹരമായിട്ട് മാറുകയാണ്. ഒന്നാമത്തെ കണക്കുകൂട്ടലുകളാണ് ഇവിടെ പിഴക്കുന്നത്. രണ്ടാമത്തത്, മൊസാദ് തലവൻ ഡേവിഡ് ബെർണിയ ആക്രമണം ആരംഭിക്കുന്നതിൻ്റെ ഒരാഴ്ച മുൻപ് നെതന്യാഹുവിനെ കണ്ട് ആക്രമണവും പിന്നാലെ പ്രക്ഷോഭവും എന്ന പദ്ധതി അവതരിപ്പിക്കുന്നുണ്ട്. ഇത് തന്നെ വൈറ്റ് ഹൗസിൽ പോയി അമേരിക്കയുടെ ഉന്നത ഉദ്യോഗസ്ഥരുമായും ഈ ബെർണിയ പങ്കുവെക്കുന്നുണ്ട്. ബെർണിയയുടെ ഈ റിപ്പോർട്ടാണ് നെതന്യാഹു ട്രംപിനെ വിശ്വസിപ്പിക്കുന്നതും ട്രംപിന് മുമ്പിൽ അവതരിപ്പിക്കുന്നതും. എന്നാൽ മൊസാദിൻ്റെ ഈ പദ്ധതിയെ ഇസ്രയേലിൻ്റെ സൈനിക ഇൻ്റലിജൻസ് അത്ര കണ്ട് പ്രോത്സാഹിപ്പിച്ചില്ലെന്ന് മാത്രമല്ല, അവർ അതിൽ സംശയം പ്രകടിപ്പിക്കുകയും വിശ്വാസത്തിലെടുക്കാതിരിക്കുക കൂടി ചെയ്യുന്നുണ്ട്. അമേരിക്കയുടെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും ഇതേ ആശങ്കകൾ പങ്കുവെക്കുന്നുണ്ട്. എന്നാൽ അവരെയും മൊസാദ് കീഴടക്കുന്നത് നെതന്യാഹു വഴി ട്രംപിലേക്ക് എത്തി ട്രംപിൻ്റെ നിലപാടുകളോട് സംയോജിപ്പിച്ചുകൊണ്ടാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. ഇത് ശരിവെക്കുന്ന തരത്തിലായിരുന്നു പിന്നീട് യുദ്ധത്തിൻ്റെ ആദ്യ നാളുകളിൽ ട്രംപിൻ്റെ പല പ്രഖ്യാപനങ്ങളും ട്രംപിൻ്റെ പല ശരീരഭാഷകളുമൊക്കെ ഉണ്ടായിരുന്നത്. കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തിയതിലൂടെ ആദ്യ പദ്ധതികൾ തന്നെ പാളി. ആയത്തുള്ള ഖമേനിയെ കൊലപ്പെടുത്തിയതിലൂടെ ഇറാനിലെ 2ാം തലമുറ നേതാക്കൾ രംഗത്ത് വന്നു. ഇവരാവട്ടെ ഖമേനിയേക്കാൾ ശക്തമായ തീവ്ര അമേരിക്കൻ സയനിസ്റ്റ് വിരുദ്ധ നിലപാട് ഉള്ളവരുമായി. ആയത്തുള്ള ഖമേനി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ തന്നെ IRGCയുടെ നിയന്ത്രണം കയ്യിലുണ്ടായിരുന്ന മുജ്തബ ഖമേനി കടന്നു വന്നത് അമേരിക്കൻ താൽപ്പര്യങ്ങൾക്ക് എതിരായി മാറുന്നതാണ് ലോകം കണ്ടത്. മറ്റു രാജ്യങ്ങൾക്കൊന്നും മുജ്തബയുമായി ബന്ധപ്പെടാൻ സാധിക്കാത്തതും എന്താണ് മുജ്തബയുടെ ശൈലി എന്ന് വിലയിരുത്താൻ കഴിയാത്തതും യുദ്ധ നിഗമനങ്ങളിലേക്ക് കടക്കാൻ ശത്രുവിനെ ഏറെ പ്രയാസപ്പെടുത്തി. പിന്നീടാണ് പൊടുന്നനെ ഇറാൻ ഹോർമുസ് കടലിടുക്ക് അടച്ചുകൊണ്ട് യുദ്ധം എന്നാൽ ആയുധമെടുത്തുള്ള പോരാട്ടമല്ല, മറിച്ച് തന്ത്രമാണ് എന്ന നിലയിൽ അതൊരു സാമ്പത്തിക യുദ്ധമാക്കി വളരെ പെട്ടെന്ന് തന്നെ പരുവപ്പെടുത്തിയെടുക്കുന്നത്. ഇതോടുകൂടി അമേരിക്കയുടെ ഇസ്രയേൽ മൊസാദ് എന്താണ് നിശ്ചയിച്ചത്, മൊസാദ് നിശ്ചയിച്ച പദ്ധതികൾ എല്ലാം പാളുന്നതാണ് കണ്ടത്. മൊസാദ് വിശ്വസിച്ചത് എയർ അറ്റാക്ക് വഴി ഇറാൻ്റെ ഊർജ്ജ സ്രോതസ്സ്, സാമ്പത്തിക സ്രോതസ്സ് ഈ ഗസയിലൊക്കെ നടത്തുന്നത് പോലെയുള്ളൊരു ആക്രമണം നടത്തി കഴിഞ്ഞാൽ അതിന് മൊസാദ് വിലയിരുത്തിയത് ഇറാൻ്റെ സാങ്കേതിക മികവ് പോരാ എന്നും ഇറാന് എയർ അറ്റാക്കുമായി ബന്ധപ്പെട്ട പ്രത്യാക്രമണം ഉണ്ടാകില്ല എന്നുമൊക്കെയായിരുന്നു.
തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഇറാൻ്റെ മിസൈലുകളെ തടുത്തു നിർത്തും എന്ന ആത്മവിശ്വാസവുമൊക്കെയായിരുന്നു മൊസാദിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത്. എന്നാൽ ഇറാൻ ചെയ്തതാവട്ടെ, ഇസ്രയേലിനെ ആക്രമിക്കുന്നതോടൊപ്പം തന്നെ ഇറാൻ്റെ അമേരിക്കയുടെ സഖ്യകക്ഷികളായ രാജ്യങ്ങളുടെ ബേസുകൾ ആക്രമിക്കുകയും ആ രാജ്യങ്ങളിലെ ഭയപ്പെടുത്തുകയും ചെയ്തു. ഒപ്പം തന്നെ ഹോർമസ് കടലിടുക്ക് അടച്ചുകൊണ്ട് സാമ്പത്തിക ഉപരോധത്തിന് ഇറാൻ മുന്നോട്ട് വരികയും ചെയ്തതോടുകൂടി അമേരിക്ക എന്ന് പറയുന്ന ഒരു ഭീമൻ രാജ്യത്തെ സ്വന്തം സഖ്യകക്ഷി രാഷ്ട്രങ്ങൾ എതിർക്കുന്ന തരത്തിലേക്ക് സംഗതികൾ കൊണ്ടുപോകാനും യൂറോപ്പ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന്, യൂറോപ്പ് ഉൾപ്പെടെയുള്ള പ്രവിശ്യകളിലെ രാജ്യങ്ങൾ അമേരിക്കയുടെ ഈ ഒരു രീതി ശരിയായില്ല എന്ന് പറയപ്പെടുന്നതിലേക്കും കാരണമാക്കി എന്നതാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ അതിന് പ്രത്യാക്രമണമായി നൽകുന്നത്. ഇതോടെ മൊസാദിൻ്റെ രണ്ടാമത്തെ പദ്ധതിയും ഇവിടെ പൂർണ്ണമായിട്ട് പരാജയപ്പെടുകയാണ്. ഇറാനിലെ മിസൈൽ ശേഖരങ്ങൾ തീർന്നു എന്നാണ് അമേരിക്കയും ട്രംപും പല തവണ വിശേഷിപ്പിച്ചിരുന്നത്. ട്രംപിന്റെ ഈ വാദത്തിന് പിന്നാലെയാണ് ഇസ്രയേലിലെ ആണവ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഡെമോണ എന്ന് പറയുന്ന നഗരം ഇറാൻ ആക്രമിക്കുന്നത്. തങ്ങളുടെ രാജ്യത്തെ ഊർജ്ജ സ്രോതസ്സുകൾ ആക്രമിക്കപ്പെട്ടാൽ നിങ്ങളുടെ രാജ്യത്തെയും ഞങ്ങൾ ആക്രമിക്കുമെന്ന മുന്നറിയിപ്പ് നൽകാൻ ഇതുവഴി ഇറാന് സാധിച്ചു. ഇറാന്റെ കയ്യിലെ കേവലം 2000 കിലോമീറ്ററുകൾ മാത്രം പറക്കാൻ ശേഷിയുള്ള മിസൈലുകൾ മാത്രമാണ് ഉള്ളത് എന്നായിരുന്നു അമേരിക്കക്കും ലോകത്തിനുമൊക്കെ ഉണ്ടായിരുന്ന ധാരണ. ഇസ്രയേലിൻ്റെ നിബന്ധന 300 കിലോമീറ്റർ മാത്രം പറക്കുന്ന മിസൈലുകളാക്കി ഇറാൻ്റെ മിസൈലുകൾ ചുരുക്കണമെന്നാണ്. ഇതന്നെയാണ് അമേരിക്കയും ഏറ്റുപിടിച്ചത്. എന്നാൽ 4000 കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള ബ്രിട്ടൻ്റെ ഒരു ദ്വീപിൽ ചെന്നുകൊണ്ട് ഇറാൻ്റെ മിസൈൽ പതിച്ചതോടെ ഇറാൻ്റെ കയ്യിലെ അറിയപ്പെടാത്ത ആയുധങ്ങളുടെ വൻ ശേഖരണത്തെയും അതിൻ്റെ പ്രഹരശേഷിയെയും അതിൻ്റെ വ്യാപ്തിയെയും അതിൻ്റെ ദൂരത്തെയും കുറിച്ചൊക്കെ ഉള്ള പുതിയ കണ്ടെത്തൽ കണ്ട് ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് ലോകവും അമേരിക്കയും ശത്രു രാജ്യങ്ങളുമൊക്കെ. അതുമാത്രമല്ല, ആണവ ബോംബ് പോലെയുള്ള ലോകരാജ്യങ്ങൾ ഭയക്കുന്ന എന്നാൽ ആണവ ബോംബ് അല്ലാത്ത അതേ സ്ഫോടക വസ്തുവായിട്ടുള്ള ഡേർട്ടി ബോംബുകൾ ഇറാൻ പരീക്ഷിക്കുമോ എന്ന ഭയവും ഇസ്രയേലിൻ്റെ ഇൻ്റലിജൻസ് മുന്നറിയിപ്പും ഇസ്രയേലിനെ ഭയപ്പെടുത്തി. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ആണവ റേഡിയേഷൻ പകർത്താൻ കഴിവുള്ള ബോംബുകൾ പ്രയോഗിച്ചു കഴിഞ്ഞാൽ അത് ഇസ്രയേൽ എന്ന് പറയുന്ന കൊച്ചു രാജ്യത്തെ തന്നെ, അധിനിവേശ രാജ്യത്തെ തന്നെ, അതിൻ്റെ നിലനിൽപ്പ് തന്നെ ഭീഷണിയാകും എന്ന് ഇസ്രയേൽ ഭയക്കുകയും ചെയ്തു. ഇറാൻ ഭൂമിശാസ്ത്രപരമായി ഏറെ വലിപ്പമുള്ളൊരു രാജ്യമാണ്. എന്നാൽ ഇസ്രയേൽ അങ്ങനെയാവില്ല എന്ന് ഇസ്രയേലിനും ലോകത്തിനും അറിയാം. ഇതും പൊടുന്നനെയുള്ള ഇറാൻ്റെ ആയുധപ്പുരയിലെ അസാധാരണമായ ആയുധങ്ങൾ പുറത്തെടുത്തതോടെ ഇത്തരം നിഗമനങ്ങളിലേക്കും നീങ്ങാൻ ശത്രു രാജ്യങ്ങളുടെ തീരുമാനങ്ങൾ ആ തരത്തിൽ വേഗത്തിലാക്കി എന്നും പറയപ്പെടേണ്ടതുണ്ട്. അതേസമയം തന്നെ പാകിസ്ഥാനും ഈജിപ്തും തുർക്കി ഈ 3 രാജ്യങ്ങൾ കഴിഞ്ഞ ദിവസം സൗദിയിലൊരു യോഗം ചേരുകയും മധ്യസ്ഥ ശ്രമം ആരംഭിക്കുന്നതിനായി ഇറാനുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ ഇറാൻ ഭരണകൂടത്തിലെ ആരെ ബന്ധപ്പെടുമെന്ന ആശങ്കയായിരുന്നു അവർക്ക്. നേരത്തെ അന്താരാഷ്ട്ര തലത്തിലെ ഇറാന്റെ മുഖമായിരുന്ന അലി ലാരിജാനി കൊല്ലപ്പെട്ടതും അബ്ബാസ് അറാച്ചിയുമായി ബന്ധപ്പെടാൻ കഴിയാത്തതും നീക്കങ്ങളെ കുഴക്കി. എന്നാൽ ഈജിപ്ത് IRGCയുമായി ഉണ്ടാക്കിയ ബന്ധം ചർച്ചകളെ മുന്നോട്ട് കൊണ്ടുപോയി. ട്രംപിൻ്റെ വെടിനിർത്തൽ ഇറാൻ അറിയിക്കുകയും ഇറാൻ ട്രംപിൻ്റെ നീക്കങ്ങൾ നിരീക്ഷിക്കുകയും ചെയ്തു. ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തിയപ്പോൾ എന്നാൽ ഗൾഫ് രാജ്യങ്ങളുടെ കുടിവെള്ള ജലസ്രോതസ്സുകളെ ആക്രമിക്കുമെന്ന മുന്നറിയിപ്പോടെ ഇറാൻ അതിനെ നേരിട്ടു. പിന്നാലെയാണ് ട്രംപിൻ്റെ 5 ദിന വെടിനിർത്തലും ഈ ദിവസം ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കില്ലെന്ന സന്ദേശവും എത്തുന്നത്. മൊസാദിൻ്റെ എടുത്തുചാട്ടത്തിൽ കുടുങ്ങിയ അമേരിക്കക്ക് രക്ഷകരായി ഒടുവിൽ ഈജിപ്തും പാകിസ്ഥാനും തുർക്കിയും കടന്നു വരുന്നതാണ് ഏറ്റവും ഒടുവിൽ കണ്ടത്. ഭരണമാറ്റം പ്രതീക്ഷിച്ചിറങ്ങിയ ട്രംപിനും ഇസ്രയേലിനും മുൻപിൽ കൂടുതൽ ശക്തമായ അമേരിക്കൻ സയനിസ്റ്റ് വിരുദ്ധതയുള്ള രാഷ്ട്രീയ മുഖങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുന്നതാണ് ഇപ്പോൾ ഈ ഒരു ആക്രമണത്തോടു കൂടി ഫലത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഇസ്രയേലിൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. മുജ്തബ ഖാംനേയി കൂടുതൽ തീവ്രതയുള്ള ആളാണ്. എന്നാൽ ആയത്തുള്ള ഖമേനി ആണവ ബോംബ് നിർമ്മിക്കുന്നതിനെയും പരീക്ഷിക്കുന്നതിനെയും എതിർത്തിരുന്ന ഒരാളുമാണ്. യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള മുഖം മാറി കൂടുതൽ തീവ്രതയുള്ള മുഖം വരുമ്പോൾ ഒരുപക്ഷെ ലോക രാഷ്ട്രീയത്തിൽ എന്താണോ അമേരിക്കയും ഇസ്രയേലും ഉദ്ദേശിച്ചത് അതൊരിക്കലും നടക്കാൻ പോകുന്നില്ലെന്ന സന്ദേശം തന്നെയാണ് ഇറാൻ യുദ്ധത്തോടുകൂടി അമേരിക്കയും ഇസ്രയേലും ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, പൊതുവെ ശാന്തനായ അല്ലെങ്കിൽ പൊതുവെ പ്രത്യക്ഷമായി അമേരിക്കക്കും ഇസ്രയേലിനുമെതിരെ ഒന്നും നീങ്ങാതിരുന്ന
ഇറാഖിലെ സദ്ദാം ഹുസൈനെ കൊലപ്പെടുത്തി അതേ ഇറാൻ്റെ ഷിയ വിഭാഗങ്ങളുടെ മേൽ, അഥവാ അമേരിക്കക്കും ഇസ്രയേലിനും താല്പര്യമില്ലാത്ത ഒരു ജനവിഭാഗത്തിന് മേൽ അവിടുത്തെ അധികാരം അമേരിക്ക കൊടുക്കേണ്ടി വന്നു. താലിബാനെ കീഴടക്കുക എന്ന പേരോടുകൂടിയാണ് ഈ അഫ്ഗാനിസ്ഥാനിൽ ആക്രമണം അമേരിക്ക നടത്തുന്നത്. ഒടുവിൽ നീണ്ട വർഷങ്ങളോളം അവിടെ യുദ്ധം ചെയ്ത് പെട്ടിയും കിടക്കയും എടുത്ത് അവിടെ നിന്ന് യാത്ര തിരിക്കുന്ന അമേരിക്ക അതേ താലിബാൻ്റെ കയ്യിലേക്ക് വീണ്ടും അധികാരം വെച്ചു കൊടുക്കുന്നതാണ് കണ്ടത്. ഇതേ അവസ്ഥ തന്നെയാണ് ഇറാനിലും ഇപ്പോൾ അമേരിക്കയും ഇസ്രയേലും ബാക്കി വെച്ചിരിക്കുന്നത്. waytonikah.com, the exclusive Muslim matrimonial site.